യേശുവിൽ സ്നേഹമുള്ളവരെ, ജൂലൈ 3 തോമാസ് ലീഗായത് ദുഃഖാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ തോമാസ് ലീഗായത് വഴി നമ്മുടെ ഭാരതത്തിന് അപ്പസ്തോലനായി ദൈവം തിരഞ്ഞെടുക്കുകയും അങ്ങനെ തോമാസ് ലീഗ നമ്മളിൽ കൊളുത്തിയ വിശ്വാസ ദീപം അണയാതെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ബോധ്യത്തിൽ ആ തോമാസ് ലീഗായത് പ്രേക്ഷിത ചൈതന്യം വിശ്വാസവും എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ നേറ്റു പറഞ്ഞുകൊണ്ട് യേശുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും ആഴപ്പെട്ടതുപോലെ ഞങ്ങൾ ഓരോരുത്തരെയും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും വിശ്വാസത്തിലും യേശുവിനോടുള്ള അഗാധമായ ആഴമായ സ്നേഹത്തിലും വേദൂന്നിക്കൊണ്ട് ജീവിതത്തിലെ ഏത് രോഗത്തിലും ദുഃഖത്തിലും തകർച്ചയിലും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അണഞ്ഞു പോകാത്തൊരു വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ഉത്തേനായ ഈശോയുടെ വിരലുകളിൽ തിരുമുറുകളിൽ വിരലിൽ വെച്ചുകൊണ്ട് ആ ഈശോയുടെ ദർശനം സ്വന്തമാക്കിയതിനു ശേഷം ഈശോ തോമാസ് ലീഗയ്ക്ക് ദൗത്യമേൽപ്പിക്കുകയും അങ്ങനെ അതിനെ പ്രഘോഷിച്ച് ഒത്തിരി പേര് ഈശോയിലേക്ക് മാനസാന്തത്തിലേക്ക് ആനയിക്കാനായിട്ട് തോമാസ് ലീഗയ്ക്ക് സാധിച്ചു. അതുപോലെ നമ്മളും ഈശോയുടേമായൊരു ആഴമായൊരു വിശ്വാസത്തിലേക്ക് ദൈവികമായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനും അങ്ങനെ വിശ്വാസത്തിലും സ്നേഹത്തിലും ആഴപ്പെട്ടുകൊണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി വചനം പറയാനും നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ ഈശോയെ പകർന്നു കൊടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെയും വാക്കുകളിലൂടെയും എല്ലാം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഈശോയെ തോമാസ് ലീഗ പറഞ്ഞതുപോലെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ച് ദൈവത്തെ ഈശോയെ ദൈവമായി പ്രഖ്യാപിക്കുകയും അങ്ങനെ ആ പ്രഖ്യാപനത്തിലൂടെ ഈശോയ്ക്ക് പൂർണ്ണമായി സ്വന്തം ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്ത തോമാസ് ലീഗയെ പോലെ ഞങ്ങൾ ഓരോരുത്തരും അനുനിമിഷം യേശുവിലെ ഉള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ആ യേശുവിനെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറി വേർതിരിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിലൂടെ എല്ലാം ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഈശോയുമായുള്ളൊരു വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും അങ്ങനെ ധീരതയോടെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാനും അങ്ങനെ മരണം വരെ ആ വിശ്വാസത്തിൽ നിലനിന്ന് പോകുവാനും ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്ന തോമാസ് ലീഗ നമുക്ക് അപേക്ഷിക്കാം. തോമാസ് ലീഗയുടെ ആഴമായ ഒരു പ്രേക്ഷിത ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈശോയെ പകർന്നു നൽകണമേ. ഞങ്ങളെ യേശുവിൽ പുതിയ സൃഷ്ടികളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ ഓരോരുത്തരുടെ കുടുംബങ്ങളെയും വരും തലമുറയെയും എല്ലാം ഞങ്ങളുടെ സഭയെയും എല്ലാം ഈശോയെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തോമാസ് ലീഗ വഴി നമുക്ക് പകർന്നു തന്ന വിശ്വാസം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് അവർക്കെല്ലാം വേണ്ടി അതിനുവേണ്ടി പ്രവർത്തിക്കാനും അങ്ങനെ സഭയോടൊത്ത് ചിന്തിച്ചുകൊണ്ട് മാർത്തോമ ക്രിസ്ത്യാനികളായ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും തിരുനാളാണ് ദുഃഖാന തിരുനാളെന്ന ബോധ്യത്തിൽ സഭയിലെ ഒത്തിരി മാർത്തോമ ക്രിസ്ത്യാനികളുള്ളിൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളുള്ള ഈ കാലഘട്ടത്തിൽ യേശുവാണ് മൂലക്കല്ലുമേൽ അടിത്തറയുമേൽ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യത്തിൽ പണിയപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരെന്നുള്ള ബോധ്യത്തിൽ
യേശുവാണ് നമ്മളെ ഓരോരുത്തരെ ഐക്യത്തിലേക്ക് നയിക്കുന്ന ഏക വ്യക്തി എന്നുള്ള ബോധ്യത്തിൽ പല വ്യത്യാസങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഏക മനസ്സായി യേശു എന്ന ഒറ്റ വ്യക്തിയുമേൽ പണിയപ്പെട്ട സഭയെ മക്കൾ എന്ന ലെവലിൽ ഒരുമിച്ച് നിൽക്കുവാനും അങ്ങനെ ആ തോമാസ് ലീഹായുടെ ആ ഒരു ചൈതന്യം പകർന്നു തന്ന ആ ഒരു വിശ്വാസം അണയാതെ കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്ന തോമാസ് ലീഹായെ പോലെ ജീവിതത്തിൽ യേശുവിനെ രക്ഷിതാവും നാഥനുമായ ഹൃദയത്തിലേറ്റ് പറഞ്ഞുകൊണ്ട് അത് അതരത്തിലൂടെ പ്രഘോഷിച്ച് ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച് അനുസരിച്ചുള്ള ജീവിതം നയിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈശോയുടെ മുന്നിൽ നിഷ്കളങ്കമായി അവൻ്റെ കാണാതെ ഞാൻ വിശ്വസിക്കില്ല എന്നുള്ള ഒരു തെളിവ് ഉത്തിയനായ ഈശോയുടെ ഒക്കെ തിരുമുറിവുകൾ ഉണ്ടോ എന്നുള്ളത് വഴി മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള ഒരു സാധ്യം പിടിക്കുകയും ഒരു നിഷ്കളങ്കമായ ആ സ്നേഹത്തിൻ്റെ ആ സാഠ്യത്തിന് മുന്നിൽ യേശു തോമാസ് ലീഹയുടെ സമയത്ത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ തോമാസ് ലീഹയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും അങ്ങനെ ഈശോയും തോമാസ് ലീഹായും തമ്മിലുള്ള ആ ഒരു വ്യക്തിപരമായൊരു ബന്ധത്തിൽ ഒരു ആഴപ്പെടാനായിട്ട് ആ വിശ്വാസത്തിൽ ഇളകാത്തൊരു അടിത്തറയുള്ള പാറയമേൽ പണിയപ്പെട്ട ഒരു വിശ്വാസം കെട്ടിപ്പോക്കാനായിട്ട് തോമാസ് ലീഹായ്ക്ക് സാധിച്ചു. അതേപോലെ ഈശോയുടെ കൂടെ നടന്ന് നമുക്കും ഒരു ദൈവാനുഭവം സ്വന്തമാക്കുവാനും അപ്പോൾ ഈശോ പറയുന്നുണ്ട്, കാണാതെ നീ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇന്ന് നമുക്ക് കാണാതെ തന്നെ വിശ്വസിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് അപ്പത്തിൻ്റെ രൂപത്തിലേന്നുള്ളിൽ വന്ന് ആയിരിക്കുന്ന അവർക്ക് ആർക്കും ലഭിക്കാത്ത ഭാഗ്യം ഇന്നത്തെ സമൂഹത്തിലെ സഭയ്ക്ക് ഉള്ള സഭയിലെ മക്കളായ നമുക്ക് ഇന്ന് ദൈവം ആ ഭാഗ്യം നൽകിയിട്ടുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നിറഞ്ഞ് ദൈവത്തിൻ്റെ വ്യക്തികളായിട്ട് നമ്മൾ തീരുവാനും അങ്ങനെ നമ്മളുടെ സമാധാനവും ആനന്ദവും സന്തോഷവും നിറഞ്ഞ വ്യക്തികളായിട്ട് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ആനന്ദം സ്വന്തമാക്കി അനുഭവിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും തോമാസ് ലീഹ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനഭാഗത്തേക്ക് കിടക്കാം. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന മഹത്തായ വിശ്വാസഭാഷം ലോകത്തിന് നൽകിയ തൊട്ടറിഞ്ഞ ആ വിശ്വാസത്തിൻ്റെ പ്രതിപുരുഷനായ ആ വ്യക്തിയാണ് തോമാസ് ലീഹ. തോമാസ് ലീഹ ഗലീലയിലാണ് ജനിച്ചത്. മൈലാപൂരിലാണ് വെച്ചാണ് ശത്രുക്കളുടെ കുന്തത്താൽ മരിക്കപ്പെട്ടത്. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായി ഇരുട്ട പിറന്നവൻ എന്ന അർത്ഥത്തിൽ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തിയാണ് തോമാസ് ലീഹ. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാൾ, ധീരതയോടെ വിശ്വാസത്തിന് മുന്നേറിയ വിശ്വാസത്തിൻ്റെ ആൾ രൂപമാണ് തോമാസ് ലീഹ. തോമാസ് എന്നത് ഒരു ഗ്രീക്ക് ഹീബ്രുവും ദിദിമോസ് എന്നത് ഗ്രീക്കുമാകുന്നു. ഈ രണ്ടുപേരിൻ്റെയും അർത്ഥം ഇരട്ട എന്നാണ്. ഗലീല എന്ന അദ്ദേഹത്തിൻ്റെ ജനിതസ്ഥലം എന്നറിയാമെങ്കിലും മാതാപിതാക്കളെയും കുടുംബത്തെക്കുറിച്ചൊന്നും ബൈബിൾ ഇതുവരെ പ്രതിപാദിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ നീ എവിടേക്ക് പോകുന്നെന്ന് അറിയില്ല, പിന്നെ വഴി എങ്ങനെയാണെന്ന് അറിയുക എന്ന് തോമാസ് ലീഹ ഈശോയുടെ മുന്നിൽ നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിൽ മുഖാന്തരമല്ലാതെ ആരും പിതാവിലേക്ക് പോകുന്നില്ലെന്ന് ഈശോ അവിടെ ആവർത്തിക്കുന്നുണ്ട്.
യോഹന്നാൻ സുവിശേഷത്തിലെ സ്പർശനത്താൽ വിശ്വാസത്തിലേക്ക് തോമാസ് ലീഹ വളരെ ധീരനായ ഒരു വ്യക്തിയായിരുന്നു. യൂദായിലെ ലാസറിന്റെ കുഴിമാടത്തിലേക്ക് ലാസറിനെ ഉറപ്പിക്കാനായിട്ട് പോകുമ്പോൾ ഒത്തിരി വധഭീഷണിയൊക്കെ നേരിടുന്ന ആ സമയത്ത് തോമാസ് ലീഹ പറഞ്ഞു, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. അങ്ങനെ മറ്റ് ശിഷ്യന്മാരോട് പോലും ധൈര്യപ്പെടുത്താനുള്ള വിശ്വാസ തീക്ഷ്ണത തോമാസ് ലീഹയ്ക്ക് ഉണ്ടായിരുന്നു. തോമാസ് ലീഹയിൽ നമുക്ക് കാണാൻ സാധിക്കുക, വിശ്വാസവും സംശയവും ഒരേ തരത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നുള്ള സംശയത്തിൻ്റെ ആഴമായ പ്രതികരണത്തിൽ നിന്ന് നമ്മെ ആഴമായ വിശ്വാസാനുഭവത്തിലേക്ക് ആനയിക്കാൻ കഴിയുമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തോമാസ് ലീഹ നമുക്ക് കാട്ടിത്തന്നു. താൻ നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല എന്നുള്ള നിർബന്ധത്തോടുള്ള സ്നേഹത്തോടെ വാത്സല്യത്തോടെയുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയിൽ ക്രിസ്തുവിനെ അത് നിരസിക്കാനായിട്ട് സാധിച്ചില്ല. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് ക്രിസ്തുവിൻ്റെ ആ പ്രഖ്യാപനത്തിൽ നിമിത്തമായത് തോമാസ് ലീഹയുടെ ആ ഒരു പ്രവൃത്തിയായിരുന്നു. സീറോ മലബാർ സഭ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജൂൺ 3 ദുഃഖ്രാന തിരുനാൾ ആയി ആചരിക്കുന്നു. ദുഃഖ്രാന എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഓർമ്മ എന്നാണ്. AD 1-ാം നൂറ്റാണ്ടിലെ ആണ് ഈ തോമാസ് ലീഹ എന്ന ക്രിസ്തു ശിഷ്യൻ ജനിച്ചത് എന്നാണ് പാരമ്പര്യ ഇതിൽ പറയുന്നത്. എത്യോപ്യയിലും പേർഷ്യയിലും എന്നിവിടങ്ങളിൽ സുവിശേഷ പ്രസംഗം ചെയ്തതിന് ശേഷം സുവിശേഷ പ്രഘോഷണത്തിനായി AD 52 കേരളക്കരയിലെ കൊടുങ്ങല്ലൂരിൽ കാലുകുത്തി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കേരളീയരുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുകയും അദ്ദേഹം ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. കൊടുങ്ങല്ലൂര്, പാലക്കൽ, കോട്ടക്കാവ്, കോക്കമംഗലം, നിരണം, നിലയ്ക്കൽ എന്നീ പള്ളികളിൽ മലയാറ്റൂരിൽ വന്ന് യേശുവിന് വേണ്ടി സുവിശേഷം പ്രഘോഷിച്ചു എന്നും തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് ശത്രുക്കളെ ശൂലമുഖം കൊണ്ട് ഉള്ള കുത്തുകയറ്റ് അദ്ദേഹം മരണപ്പെട്ടുവെന്നുമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സ്ലീഹായുടെ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലത്ത് നിന്ന് സാന്റോ പെസാനിയോ എന്ന ദേവാലയം സ്ഥിതി ചെയ്യുന്നുണ്ട്. പുണ്യാവശിഷ്ടം ഇറ്റലിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ആ ഒരു പുണ്യാവശിഷ്ടത്തിൻ്റെ ഒരു ഭാഗം കേരളത്തിലെ അഴീക്കോട് എന്ന പള്ളിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ മുറിവ് തൊട്ട് വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഏറ്റുപറയുകയും ഹൃദയത്തിൽ ആഴമായ കൃപകളും സ്നേഹത്തിൻ്റെയും കരുത്തിൽ മുന്നേറാനായിട്ട്
ഈ ദുഃഖാന തിരുനാള് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. തോമാസ് ലീഹ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാൻ എന്ന് ഈശോ അവിടെ പറയുന്നുണ്ട്. സ്നേഹിതന് വേണ്ടിയും ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ഈശോ വചനഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ച് യൂദാസ് ഒഴികെ ബാക്കി 11 ശിഷ്യന്മാരും യോഹന്നാൻ സ്ലീഹ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും രക്തസാക്ഷിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവൻ ബലി കഴിച്ചവരാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ ഉയർത്തെഴുന്നേറ്റതിന് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം മാത്രമാണ് ബാക്കി ശിഷ്യന്മാരെല്ലാം ഈ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായി മരിക്കാനായിട്ട് തീരുമാനമെടുത്തത്. എന്നാൽ നമുക്ക് ബൈബിളിലൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു തോമാസ് ലീഹ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നമുക്ക് അവനോട് കൂടെ പോയി മരിക്കാമെന്ന് തോമാസ് ലീഹ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന സജീവമായ വിശ്വാസം ജീവിക്കുമ്പോൾ ഈശോ ഇത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തോമാസ് ലീഹ ജീവിതത്തിലുണ്ടായിരുന്നു. സത്യത്തില് തോമാസ് ലീഹ അവിശ്വാസിയായ ഒരു വ്യക്തിയായിരുന്നില്ല, വിശ്വാസമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു തോമാസ് ലീഹ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സന്ദേഹം എന്നത് ആ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗം ആണെന്ന് നമുക്കിവിടെ കാണാനായി സാധിക്കും. തോമാസ് ലീഹയ്ക്ക് സന്ദേഹം ഉണ്ടാകാനായിട്ട് 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈശോ തന്നെയാണ് ഉത്തരനായി ഉയർത്തെഴുന്നേറ്റതിന് എന്താണ് തെളിവെന്നാണ് തോമാസ് ലീഹ സൂചിപ്പിച്ചിരുന്നത്. ആ കാലഘട്ടത്തില് രക്ഷകനാണെന്ന് പറഞ്ഞ് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഒത്തിരി വിപ്ലവം നടത്തിയ ഒത്തിരി വ്യക്തികളെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഗമാലിയേലും എന്ന റോമക്കാർക്കെതിരെ യഹൂദന്റെ നേതൃത്വത്തില് ഒത്തിരി വിപ്ലവം നടത്തിയ വ്യക്തികൾ അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഈശോ ഉയർത്തെഴുന്നേറ്റുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈശോയുടെ ശരീരത്തില് ആ മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് തോമാസ് ലീഹയ്ക്ക് അറിയാമായിരുന്നു. യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തു എന്ന ക്രിസ്തുവാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്കോരോരുത്തർക്കും മനസ്സിലാക്കാം. അതുപോലെ ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമുക്കും മുറിവേറ്റിട്ടുള്ള ശരീരത്തിൽ മനസ്സിലൊക്കെ മുറിവേറ്റുള്ള വ്യക്തികളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളെന്നും, യഥാർത്ഥത്തിലുള്ള സഭ ആണെങ്കിൽ അവിടെ ആ സഭയ്ക്ക് മുറിവേറ്റിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഉത്തേജനായ യേശുവിന് ശരീരത്തിലെ മുറിവുണ്ടായിരിക്കണമെന്ന് തോമാസ് ലീഹ വിശ്വസിച്ചു. ബാക്കി മുറിവുകളെല്ലാം ഉണങ്ങിയെങ്കിലും ആ 5 മുറിവ് ഈശോ നമ്മളുടെ സ്നേഹത്തിനെ പ്രതിയും സഹിച്ച 5 തിരുമുറിവ് ഈശോയുടെ ഉത്തേജനായ ഈശോയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അത് നമ്മളുള്ള സ്നേഹത്തിന്റെ പ്രകടനമായി ഈശോ അത് നമുക്ക് അടയാളമായി അവിടെ ഈശോയുടെ ശരീരത്തിലുണ്ടായിരുന്നു. തോമാസ് ലീഹ അങ്ങനെ ഒരു തെളിവ് തിരുമുറിവുകൾ തൊട്ടുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു പിടിവാശിയാണ് നമ്മൾ തോമാസ് ലീഹയിലും കണ്ട് ഈശോയുടെ തിരുമുറിവിലും വിരൽ തൊട്ടാൽ മാത്രമേ ഞാൻ അതിൽ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള ഒരു ശാഠ്യം ഈശോയുടെ മുന്നിൽ തോമാസ് ലീഹ വെക്കുന്നത്.
മറ്റുള്ളവർക്കെല്ലാവർക്കും ദർശനം, നിത്യനായ ഈശോയെ ദർശനം ലഭിച്ചപ്പോൾ താൻ മാത്രമില്ലാത്ത സമയത്ത് അവർക്ക് ലഭിച്ച അനുഭവം തനിക്കും സ്വന്തമായി ഈശോയെ ദർശിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു വിഷമത്തിൽ നിന്നാണ് ഈശോയുടെ മുന്നിൽ അങ്ങനെ ഒരു ശാഠ്യം തോമാസ് ലീഗ വയ്ക്കുന്നത്. മൂന്ന് വർഷക്കാലത്തോളം ഈശോയുടെ കൂടെ നടക്കുകയും ഈശോയ്ക്ക് വേണ്ടി സകലതും തിരിച്ചുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച തോമാസ് ലീഗയ്ക്ക് ഈശോയ്ക്ക് വേണ്ടിയും മരിക്കാൻ പോലും തയ്യാറായിരുന്ന വ്യക്തിയായിരുന്നു തോമാസ് ലീഗ. അതുകൊണ്ട് എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തിലെ ഈശോയുടെ അനുഭവം ദർശനം നൽകിയില്ല എന്നുള്ള ആ സ്നേഹത്തിന്റെ ഒരു പിടിവാശിയാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഈശോ ആ പിടിവാശിക്ക് മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമാസ് ലീഗനെ വ്യക്തിപരമായി ക്ഷണിച്ചുകൊണ്ട് തോമാസെ വരിക, കാണുക, തൊടുക, അവിശ്വസിയാതെ വിശ്വസിയായി തീരുക എന്നും തോമാസ് ലീഗ പറയുന്നുണ്ട്. ഈശോ അതിൽ നിന്ന് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഹൃദയം പിളർന്ന ഒരു നിലവിളിയാണ് ആ പ്രഘോഷണം എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ആദ്യമായി സുവിശേഷത്തിൽ ഈശോ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈശോ നേരിട്ട് കണ്ടുകൊണ്ട് എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്നത് ആ ഏക വ്യക്തി തോമാസ് ലീഗയാണ് ആദ്യമായി വിളിച്ചത്. അങ്ങനെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈശോയെ ദൈവമായി കണ്ട് ഒരു യഹൂദനായ തോമാസ് ലീഗ ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് മാർ തോമാസ് ലീഗ വഴി നമുക്ക് ലഭിച്ച വിശ്വാസത്തിലെ ആഴപ്പെടാനും വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ലോകാവസാനത്തോളം പകർന്നു കൊടുക്കാനുള്ള ഒരു വിശ്വാസ ചൈതന്യ തീക്ഷ്ണത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവാനായിട്ട് തോമാസ് ലീഗയോട് പ്രാർത്ഥിക്കാം. അങ്ങനെ ധീരതയോടെ തോമാസ് ലീഗ തുറന്ന് മനസ്സോടുകൂടി നിഷ്കളങ്കമായ ചിന്താഗതിയോടെ തോമാസ് ലീഗ നീ എങ്ങടാന്ന് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വഴി എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാമെന്നും തോമാസ് ലീഗ ചോദിക്കുന്നുണ്ട്. ഞാനാണ് വഴിയും സത്യവും ജീവനുമെന്ന് എന്നുള്ള ഈശോ ഒരു പ്രബോധനം തോമാസ് ലീഗയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈശോയുമായിട്ടും ഒരു ആത്മബന്ധമുള്ള ഒരു ശിഷ്യനായിരുന്നു. ഈശോ ഏറ്റവും അഗാധമായി സ്നേഹിച്ചത് യോഹന്നാനെയാണ്. എന്നാൽ ഈശോയെ അഗാധമായി തിരിച്ചു സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു തോമാസ് ലീഗ. അങ്ങനെ ആ ഈശോയോടുള്ള സ്നേഹം പ്രകടമാക്കാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം ഉത്തനായതിനു ശേഷം ജീവിതത്തിൽ തനിക്ക് ലഭിച്ച വിശ്വാസം ഇന്ത്യ എന്ന് പറയുന്ന ആ നാട്ടിലേക്ക്, ഇത്രയും ദൂരമുള്ള ആ ഒരു നാട്ടിലേക്ക് തോമാസ് ലീഗ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് ചെയ്തത്. തോമാസ് ലീഗ ഇന്ത്യയിൽ വന്ന് എന്നതിനുള്ള തെളിവ് എന്താണെന്ന് തോമാസ് ലീഗ നമ്മുടെ പിതാവായി നമ്മൾ ഓരോരുത്തരും തോമാസ് ലീഗയെ കാണുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം, ഒരു സമൂഹം. മാർ തോമാസ് ലീഗയുടെ ഒരു സമൂഹം തന്നെ, ക്രൈസ്തവ സമൂഹം തന്നെ അവകാശപ്പെട്ടുകൊണ്ട് ഈ സഭയിൽ ഇന്നും ഒത്തിരി വ്യക്തികൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ട്.
ഈശോ നമ്മുടെ രക്ഷകനാണെന്നുള്ള വെളിപാട് ലഭിക്കുന്നതിന് ശേഷം തോമാസ് ലീഹായുടെ ആ പ്രബോധനത്തിലൂടെ ആണ് തോമാസ് ലീഹായ്ക്ക് തന്റെ പ്രേക്ഷിത ചൈതന്യം പകർന്നു കിട്ടിയത്. ക്രിസ്തുവിനെപ്പോഴും ജീവൻ നേടുന്ന ആ വലിയ സ്നേഹത്തിലേക്ക് വളരാനായിട്ട് അപ്പസ്തോലന്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. അങ്ങനെ വിശ്വാസ വെളിച്ചിലേക്ക് നമ്മൾ ഓരോരുത്തരെയും തോമാസ് ലീഹയെ ആനയിക്കണമേ. യഥാർത്ഥ രക്ഷകനെ കണ്ടെത്താനായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യവും സമയവും എല്ലാം വിനിയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സഭയ്ക്ക് നൽകിയ പൈതൃകത്തെ സൂക്ഷിക്കാനും അതിൽ അഭിമാനിക്കാനും അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ഭാരതത്തിന് മുഴുവൻ വേണ്ടിയിട്ട് ഈ ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷം അനുസരിച്ച് ജീവിക്കാനും ക്രിസ്തുവിന് സാക്ഷികളായി സുവിശേഷ പ്രഘോഷണ തീക്ഷ്ണതയിൽ വളരുവാനും ഞങ്ങൾ ഓരോരുത്തരെയും ഈശോയെ അനുഗ്രഹിക്കണമേ. ദുഃഖാന തിരുനാള് സഭയുടെ ഒരു ദിന ആചരണമായിട്ട് സഭയുടെ ഐക്യത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. അത് സഭയുടെ ഐക്യത്തിൻ്റെ ഒരു ദിനം കൂടിയായിട്ട് സഭയുടെ പൈതൃകങ്ങളോട് അനുസരിച്ച് ജീവിക്കാനും ഉള്ളൊരു ഉറപ്പ് ആണ് ദുഃഖാന എന്ന ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. യേശുവിൻ്റെ മുറിവ് തൊട്ട് അറിയുകയും അതിനൊരു തെളിവ് നിർബന്ധമായും തോമാസ് ലീഹ ആഗ്രഹിക്കുകയും അങ്ങനെ ക്രിസ്തുവിനെ സാക്ഷ്യം ക്രൂശനായ യേശുവിനെ വിശ്വാസത്തിൽ ആഗ്രഹിച്ച് കാത്തിരുന്ന് ആഗ്രഹിച്ചുകൊണ്ട് യേശുവിലേക്ക് കടന്നു വന്നുകൊണ്ട് അങ്ങനെ ഈശോയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു തെളിവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈശോ ആ തെളിവ് നൽകിക്കൊണ്ട് അങ്ങനെ വിശ്വാസത്തിലേക്ക് ആഴപ്പെട്ടുകൊണ്ട് അവിശ്വാസത്തിന് സാക്ഷിയായിട്ട് സ്വന്തം ജീവിതം മുഴുവനും സമർപ്പിക്കാനായിട്ട് തോമാസ് ലീഹയ്ക്ക് സാധിച്ചു. തോമാസ് ലീഹ വിശ്വാസത്തിന് സാക്ഷിയായി തീർന്നു. സുവിശേഷവൽക്കരണത്തിനായിട്ട് തോമാസ് ലീഹ സ്വന്തം ജീവിതം സമർപ്പിക്കുകയും സ്നേഹത്തിലേക്കും വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്കും ഈശോയിലേക്കും മറ്റുള്ളവരെ ആനയിക്കാനായി തോമാസ് ലീഹയ്ക്ക് സാധിച്ചു. തോമാസ് ലീഹയെ ആ വിശ്വാസത്തിൽ ആഴപ്പെടുത്തിക്കൊണ്ട് വിലമതിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ ദൗത്യം ഈശോ തോമാസ് ലീഹയ്ക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തോമാസ് ലീഹയുടെ ഹൃദയത്തിന് ഒരു ആനന്ദപൂർണമായ അനുഭൂതിയെ പകർന്നുകൊണ്ട് ഒരു പരിവർത്തനത്തിന്റെ മാറ്റത്തിന്റെ ഒരു ഈശോയുമായുള്ള അഗാധമായ അനുസരണത്തിന്റെയും സ്നേഹത്തിന്റെയും വിധേയത്തിന്റെയും ഒരു പ്രതീകമായിട്ട് എൻ്റെ കർത്താവിനെ ദൈവമേ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഈശോയുടെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് പൂർണ്ണമായ സ്വന്തം ജീവിതം സമർപ്പിക്കുവാനും കാഴ്ചയിലൂടെ ഈശോയുടെ ദർശനത്തിലൂടെ അനുഭവത്തിലൂടെ
ഈശോയെ സ്പർശിക്കുകയും അനുഭവിക്കുകയും ഇന്ദ്രിയപരമായ സ്പർശനത്തിലൂടെ അത് ബോധ്യപ്പെടുത്തുകയും മാനസികമായ നിലയിൽ നിന്ന് ദൈവികമായ തലത്തിലേക്ക് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നുണ്ട്. യേശുവിനുള്ള വിശ്വാസം ഇന്ദ്രിയങ്ങളെക്കാൾ അതീതമായിട്ട് ഈ ലോകത്തിലെ വ്യവസ്ഥകൾക്ക് അതീതമായിട്ട് യേശുവിനെ സ്നേഹിക്കേണ്ട ആവശ്യമാണ് എന്നുള്ള ഒരു ബോധ്യമാണ് ഇതിൽ നിന്ന് നമുക്ക് പകർന്നു തരുന്നത്. അസാധ്യങ്ങൾക്ക് മുകളിൽ സാധ്യത ഉള്ള ക്രിസ്തുവിൻ്റെ ആ വിശ്വാസത്തിലേക്കുള്ള ദൂരത്തിലേക്ക് ദൈവം നമ്മെ ഓരോരുത്തരെയും അടുപ്പിക്കാനായിട്ട് തോമാസ് ലീഗ നമുക്ക് ഓരോരുത്തർക്കും പകർന്നു തന്നതാണ് ആ തോമാസ് ലീഗയുടെ വിശ്വാസം. നമ്മൾ ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ ഈശോയെ അനുഭവിക്കാൻ സാധിക്കാതെ ആന്തരികമായ ഇന്ദ്രിയങ്ങളിലൂടെ ഹൃദയതലത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യവും സ്നേഹവും പ്രകാശവും അനുഭവിക്കാനായിട്ട് ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഈ ലോക സത്യത്തിൽ നിന്നും സ്വർഗത്തിലെ സത്യത്തിലേക്ക്, ഇന്ദ്രിയ സ്പർശനത്തിൽ നിന്നും അതീന്ദ്രിയമായ സ്പർശനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും വളരാനായിട്ട് നമ്മുടെ ബുദ്ധി കൊണ്ടുള്ള ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള ഭാഗ്യതരത്തിലേക്കാൾ ആന്തരികമായി യേശുവുമായി ഒന്നായി തീരാനായിട്ട്, അങ്ങനെ അനുഭവിക്കാനായിട്ട് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള ആ യേശുവിൻ്റെ പ്രഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും മുറിവുകളെയും എല്ലാം ആഘോഷമാക്കി തീർക്കാനായിട്ട് 2000 വർഷത്തെ പാരമ്പര്യം നമുക്ക് ഉണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ തോമാസ് ലീഗയുടെ ഒരു വിശ്വാസാനുഭവം നമുക്ക് ഓരോരുത്തർക്കും പകർന്നു നൽകിയത് തോമാസ് ലീഗ സ്വന്തമായ ഒരു വ്യക്തിപരമായ അനുഭവം തോമാസ് ലീഗയ്ക്ക് ഉണ്ടായിരുന്നു ഈശോയുമായിട്ട്. ആ വിശ്വാസത്തിൽ നിന്നും എൻ്റെ കർത്താവിൻ്റെ ദൈവമേ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവമായിട്ട് അത് ജീവിതത്തിൽ ഈശോയെ വിശ്വാസത്തിൽ ഏറ്റുപറഞ്ഞ് അനുഭവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള തകർച്ചകളിൽ, കുറവുകളിൽ, ക്ലേശങ്ങളിൽ അതെല്ലാം നമുക്ക് ഈശോയെ പ്രതി ആഘോഷങ്ങളാക്കി തീർക്കാനായിട്ട്, മറ്റുള്ളവർ ശപിക്കാതെ, സ്വന്തം ജീവിതത്തെ ശപിക്കാതെ, നിരാശപ്പെടാതെ, യേശുവിലുള്ള വിശ്വാസത്തിൽ നിന്നകന്നു പോകാതെ ഈശോയുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെ, മുറിവുകളെ, പ്രയാസങ്ങളെ എല്ലാം സഹിക്കുവാനായിട്ട് തോമാസ് ലീഗയെ പോലെ നമുക്ക് ഇടവരുന്നമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭയാണ് മാർ തോമാസ് ലീഗയുടെ. അയാൾ പണിതുയർത്തപ്പെട്ടതാണ് നമ്മുടെ സഭ. തോമാസ് ലീഗ ഈശോയുടെ മുറിവുകളിലൂടെ ഈശോയെ കണ്ടെത്തുകയും ആ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. നിശ്ചയാകുന്ന ആ വചന വിത്തുകൊണ്ട് ഒരു കർഷകൻ ഒരു കൃഷിയിടം പണിയുന്നത് പോലെ നമുക്ക് ഈ സഭയാകുന്ന നമ്മുടെ സഭയെ സംരക്ഷിക്കാനും അതിന് വചനമാകുന്ന വിത്ത് വിതറി നമുക്ക് വചനത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട്, വചനം കൃത്യമായി പാലിച്ചുകൊണ്ട്, അങ്ങനെ പാപത്തിൽ നിന്നും മറ്റ് ദുർമാർഗപരമായ ജീവിതം നയിക്കുന്നവരിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട്, പാപക്കറകളെ എല്ലാം മാറ്റിക്കൊണ്ട്
അപ്പസ്തോലന്മാരുടെ അടിത്തറയാകുന്ന പണിയപ്പെട്ടിരിക്കുന്ന ഉയർത്തപ്പെട്ടിരിക്കുന്ന ആ ഒരു സഭയിലാന്നുള്ള ബോധ്യത്തില് അപ്പസ്തോല പാരമ്പര്യവും അങ്ങനെ യേശുവിലുള്ള വിശ്വാസവും ഉള്ള ഒരു സമൂഹമായിട്ട് വളർന്നു വരാനായിട്ട് അങ്ങനെ അപ്പസ്തോലന്മാരും യേശുവുമായുള്ള മൂലക്കല്ലുമായുള്ള അടിത്തറയും മേലാന്ന് നമ്മൾ ഓരോരുത്തരും പണിയപ്പെട്ടിരിക്കുന്നുള്ള ബോധ്യത്തില് മിശിഹായെന്നും നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാവരെയും ഒന്നാക്കുന്ന ഒരു ക്രിസ്തുവിന്റെ ഭവനം എന്നുള്ള ബോധ്യത്തില് ഭിന്നതകളൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഈ സമൂഹത്തില് മിശിഹായാണ് എല്ലാത്തിൻ്റെയും ഐക്യത്തിലേക്ക് ഐക്യപ്പെടുത്തുന്ന ഏക ഘടകം എന്നുള്ള ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് മിശിഹാകുന്ന ആ മൂലക്കല്ലുമേല് അപ്പസ്തോലന്മാരായ അടിത്തറയുമേലെ പണിയപ്പെട്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ക്രിസ്തീയ സഭാ സമൂഹം ദൈവത്തിന്റെ ഒരു സാന്നിധ്യം നിറഞ്ഞ വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരിലും ദൈവം വസിക്കുന്നുള്ള ബോധ്യത്തില് അങ്ങനെ യേശുവിനെ കണ്ടുമുട്ടാനും അങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാനും നമ്മൾ ഓരോരുത്തരും അവരെ ആയിരിക്കുന്ന സാഹചര്യത്തില് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് ദൈവം നമ്മൾ ഓരോരുത്തരെയും ഇത് നൽകണമേ പ്രാർത്ഥിക്കാം. തോമാശ്ലീഹായെ പോലെ വിശ്വാസം ദൈവവുമായ ഒരു അനുഭവം ദൈവാനുഭവം സ്വന്തമാക്കുവാനും അങ്ങനെ കാണാതെ തന്നെ ഈശോയെ വിശ്വസിക്കുവാനും അങ്ങനെ അത് ജീവിതത്തിലൂടെ പ്രഘോഷിക്കാനും ഏറ്റുപറയാനും അങ്ങനെ യേശുവുമായുള്ള വിശ്വാസവും സ്നേഹവും അനുനിമിഷം ആഴപ്പെട്ടുകൊണ്ട് ജീവിതത്തിലെ എന്തെല്ലാം വേദനകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോഴും ഈശോയുമായുള്ള ആ ഒരു ഐക്യത്തില് സ്നേഹത്തില് ആനന്ദത്തില് ആയിരിക്കാനും അങ്ങനെ മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും വരും തലമുറയ്ക്കെല്ലാം നമ്മുടെ ആ വിശ്വാസ ചൈതന്യം തോമാശ്ലീഹായെ ആ ഒരു പാരമ്പര്യത്തിൽ നമുക്ക് ലഭിച്ച ചൈതന്യം പകർന്നു കൊടുക്കാനും നമ്മുടെ സഭയുടെ കൂടെ ആയിരിക്കുവാനും അങ്ങനെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും പണിയപ്പെട്ടിരിക്കുന്ന അടിത്തറമേലാണ് നമ്മൾ ഓരോരുത്തരും പണിയപ്പെട്ടിരിക്കുന്ന എന്നുള്ള ബോധ്യത്തില് ക്രിസ്തുവാണ് മൂലക്കല്ല് എന്നുള്ള ബോധ്യത്തില് അങ്ങനെ പരസ്പരം ഭിന്നതകള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും യേശുവാണ് എല്ലാത്തിനും ഐക്യപ്പെടുത്തുന്ന ഘടകം മൂലക്കല്ല് എന്നുള്ള ബോധ്യത്തില് ഈശോയിലെ ഒന്നായി തീരുവാനും ഈശോയുമായി ആരപ്പെട്ടുകൊണ്ട് എല്ലാവരുമായി ഐക്യത്തില് സ്നേഹത്തിൽ ആയിരിക്കാനും അങ്ങനെ വിശ്വാസം പ്രഘോഷിക്കാനും വിശ്വാസം ഏറ്റുപറയാനും അപ്പസ്തോലനായ ഭാരതത്തിന്റെ അപ്പസ്തോലനായ തോമാശ്ലീഹായെ പോലെ ആ പ്രേക്ഷിത ചൈതന്യം പകർന്നു ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും ബലിയഴിച്ച തോമാശ്ലീഹായെ ഈശോയെ അഗാധമായി സ്നേഹിക്കാനും വിശ്വാസം ഏറ്റുപറയാനും വിശ്വാസം പ്രഘോഷിക്കാനും വിശ്വാസം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കാനും വചനം വായിക്കാനും വചനം അനുസരിച്ച് ജീവിക്കാനും വചനം ആവുന്ന വിത്ത് വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനും അങ്ങനെ വചനാനുസൃതമായി ജീവിച്ച് ഈശോയ്ക്ക് സജീവ സാക്ഷികളായി തീരാനായിട്ട് ഈ ദുഃഖാന തിരുനാളില് ഈശോ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദുഃഖാന തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും ഈ സഭാ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളെയും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറച്ച് എല്ലാവരെയും സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.